ചോതി നക്ഷത്രക്കാരുടെ സ്വഭാവം പൊതുവെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവരാണ്. ആരുടെയും കൺട്രോൾ നിങ്ങൾ എന്തായാലും സഹിക്കില്ല. നിങ്ങൾ ഇൻ്റലിജൻറ്റും ആണ്, അഡാപ്റ്റീവ് മൈൻഡും ആണ്. സംസാരിക്കാൻ നല്ല കഴിവുണ്ട്. നെഗോസിയേഷൻ സ്കില്ല് നല്ല സ്ട്രോങ്ങുമാണ്. ഉള്ളിൽ ഇമോഷണൽ ആയാലും പുറത്ത് എന്തായാലും കൂളുമാണ്. ഒരു ഡിറ്റാച്ച്ഡ് ലുക്കുമാണ്. ആരുമായിട്ടും വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും നിങ്ങൾ ചെയ്യാറില്ല. കാരണം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇമോഷണലി ഡൗൺ ആവും എന്നുള്ളതും കൊണ്ടാണ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് പേടിയാണ്. ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾക്ക് ഫ്രണ്ട് സർക്കിൾ വളരെ കുറവ് തന്നെയായിരിക്കും. അത് നിങ്ങളുടെ കാര്യം മാത്രം ഫോക്കസ് ചെയ്യണം കൊണ്ടും നിങ്ങളൊരു ശരാശരി മനുഷ്യരെക്കാട്ടിലും ഇൻ്റലിജൻറ്റും ആണ്. അവരെക്കാട്ടിലും തിങ്കിങ് നിങ്ങൾ കുറച്ച് മുകളിലായതും കൊണ്ടാണ് ഈ ഒരു നിങ്ങൾക്ക് ഫ്രണ്ട് സർക്കിൾ ഒരുപാട് കമ്മിയാവുന്നത്. ഒരുപാട് ഓപ്ഷൻസ് കണ്ടാൽ എടുക്കുന്ന ഡിസിഷനിലും നിങ്ങൾ എന്തായാലും ഡിലേ വരുത്തും. പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആവുന്ന കൂട്ടരാണ് നിങ്ങൾ. ചോതി നക്ഷത്രക്കാർ പൊതുവെ ഒറ്റയ്ക്ക് നിൽക്കാനും ലോകം ജയിക്കാനും കഴിവുള്ളവർ തന്നെയാണ്. ചോതി നക്ഷത്രക്കാർക്ക് 2025 ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഇയർ ഉണ്ടായിരുന്നു. കരിയറിലും സ്റ്റഡീസിലും എല്ലാം കൺഫ്യൂഷനാണ്. റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡിസ്റ്റൻസും കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണോ എൻ്റെ വഴി എന്നൊരു സെൽഫ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ചിലർക്ക് സഡൻ ബ്രേക്ക് ഉണ്ടാവും, സെപ്പറേഷനും ഉണ്ടായിട്ടുണ്ടാവും. പൈസ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. അതൊരു പ്രശ്നമായിരുന്നു നിങ്ങൾക്ക്. 2025 മാനസികമായിട്ട് നിങ്ങൾ കുറച്ച് ടയേർഡായിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ് കുറച്ച് റിച്ച് ആയിട്ട് തന്നെ നിങ്ങളുടെ പോയിരിക്കുന്നത്. 2026 എന്തായാലും ഒരു ഡയറക്ഷൻ ക്ലിയർ ഇയർ തന്നെയായിരിക്കും. നിങ്ങൾ എടുത്ത തീരുമാനങ്ങളെല്ലാം ഫൈനലി അതെന്തായാലും വർക്ക് ചെയ്യും. ഇൻഡിപെൻഡൻസും സക്സസ്സും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. 2026 ജനുവരിയിൽ മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും തുടങ്ങും. ഓൾഡ് കൺഫ്യൂഷൻ സ്ലോലി ക്ലിയർ ആവും. ജോബ് സ്റ്റഡി പ്ലാനിങ് പേസ് ഒക്കെ ആയിരിക്കും. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് ആയിരിക്കും, പക്ഷെ ഒരു ഹോപ്പ് എന്തായാലും ഉണ്ടാവും. ഫൈനാൻസ് സ്പെൻഡ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. സൈലൻ്റ് ആണ്, പക്ഷെ ഹോപ്പ്ഫുള്ളോ ആണ്. പേഴ്സണലി സൈലൻ്റ് ആയിരിക്കും, പക്ഷെ ഒരു പ്രതീക്ഷ എന്തായാലും നിങ്ങൾക്ക് ജനുവരിയിൽ മനസ്സിലുണ്ടാവും. ഫെബ്രുവരി മാസത്തിൽ പുതിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും നിങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇൻ്റർവ്യൂ, എൻട്രൻസ്, പ്രപ്പോസൽ ചാൻസ് ഒക്കെ എന്തായാലും ഉണ്ട്. പ്രണയത്തിലാണെങ്കിൽ പുതിയ അട്രാക്ഷൻ പോസിബിൾ ആണ്. കരിയറിൽ ഒരു സ്മാൾ വിൻ എന്തായാലും ഫെബ്രുവരിയിൽ കാണുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ബൂസ്റ്റപ്പ് ആവും. മാർച്ച് മാസത്തിൽ ഒരു പ്രഷർ മന്ത് തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എന്തായാലും നിങ്ങൾ നന്നായിട്ട് എടുക്കേണ്ടി വരും. പ്രണയത്തിലാണെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചാൻസ് വീണ്ടും വരും. ഫൈനാൻസിൽ എക്സ്പെൻസ് എന്തായാലും കൂടും. ഒരു സ്ട്രെസ്സാണ് നിങ്ങൾക്ക് എന്തായാലും മാർച്ച് മാസത്തിൽ ഉണ്ടാവുക, പക്ഷെ അതൊരു ടെമ്പററി ആണ്. ഏപ്രിൽ മാസത്തിൽ നല്ല റിലീഫും എന്താണ്, ഒരു കരിയർ പരമായിട്ട് നല്ലൊരു ഗുഡ് ന്യൂസ് എന്തായാലും വരും. റിലേഷൻഷിപ്പിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങും. കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവും. കരിയറിൽ പ്രോഗ്രസ് നല്ല രീതിയിൽ വിസിബിൾ ആവണമുണ്ട്. നിങ്ങളുടെ ഒരു ഫീലിങ്സ് പറയുന്ന ഒരു ലൈറ്റർ മൈൻഡ് ആയിരിക്കും. നിങ്ങൾ കാമായിരിക്കും. സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, എന്നാലും ഒരു കാമായിരിക്കും. മെയ് മാസത്തിൽ ഒരു റെക്കഗ്നിഷൻ എന്താണ്. മണി എന്തായാലും സ്റ്റഡി ഇൻകം തന്നെയായിരിക്കും. ചിലവ് എന്തായാലും കമ്മിയാവുകയും ചെയ്യും. പ്രണയത്തിൽ ഒരു സ്റ്റേബിൾ പേസ് ഉണ്ടാവും. ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ജൂൺ മാസത്തിൽ ഇമോഷണലി നിങ്ങൾ നല്ല സെൻസിറ്റീവ് ആയിരിക്കും. ഫാമിലി കൺസേൺ എന്തായാലും നല്ല രീതിയിലുണ്ടാവും. പാസ്റ്റ് മെമ്മറീസ് ഒക്കെ നല്ല രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യും. ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കരിയർ എന്തായാലും കുറച്ച് മന്ദപ്പുണ്ടാവും, പക്ഷെ സേഫ് ആയിരിക്കും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇമോഷണൽ ആയിരിക്കും, പക്ഷേ സ്ട്രോങ് ആയിരിക്കും നിങ്ങൾ ജൂൺ മാസത്തിൽ. ജൂലൈ മാസത്തിൽ ഒരു മേജർ ടേണിംഗ് പോയിൻ്റ് ആണ്. കാരണം പുതിയ ഓഫർ, സെലക്ഷൻ, കൺഫർമേഷനൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കരിയറിലൊരു ബ്രേക്ക് ത്രൂ എന്തായാലും ഉണ്ടാവും. ഫൈനാൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ഫീലിങ്സിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് നിങ്ങൾക്ക് എന്തായാലും തോന്നും ജൂലൈ മാസത്തിൽ. അത് ഒരു റിലീവ് ആവും. ഓഗസ്റ്റ് മാസത്തിൽ സോഷ്യൽ എക്സ്പാൻഷൻ എന്തായാലും ഉണ്ടാവും. പുതിയ കണക്ഷൻ ഭാവിയിലേക്ക് എന്തായാലും ഉണ്ടാവും. പുതിയ പ്രപ്പോസൽ, റീകണക്ഷനൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഒരു നെറ്റ്വർക്കിംഗ് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. നെറ്റ്വർക്കിംഗ് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവുകയും ചെയ്യും. നല്ല എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ. സെപ്റ്റംബർ മാസത്തിൽ നല്ല സ്റ്റേബിൾ ആയിരിക്കും. ലോങ് ടേം പ്ലാനിങ് സക്സസ് ആയിരിക്കും. സേവിങ്സ് ഇൻക്രീസ് ആവും. പ്രണയവും റിലേഷൻഷിപ്പും ഒക്കെ ട്രസ്റ്റ് ബിൽഡ് ആവും. ഒരു സെക്യൂർ ഫീല് തോന്നും. എല്ലാ വർഷവും നിങ്ങൾക്ക് സെപ്റ്റംബർ മാസം തന്നെയായിരിക്കും ഏറ്റവും നല്ല മന്ത് ഉണ്ടാവുക. ആ മാസത്തിൽ നിങ്ങൾ എങ്ങനെ പോയാലും എപ്പോഴും സക്സസിൻ്റെ പടി ചവിട്ടുകയോ അല്ലെങ്കിൽ സക്സസ് ആവുകയോ ചെയ്യുന്ന ഒരു മാസം തന്നെയായിരിക്കും സെപ്റ്റംബർ. അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയായിരിക്കും. ഒക്ടോബർ മാസത്തിൽ ഈഗോ ക്ലാഷ് പോസിബിൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്.
പക്ഷെ സംസാരം കാമായിരിക്കും. കാമായിട്ടില്ലെങ്കിൽ കാമാക്കുന്നതായിരിക്കും നല്ലത്. പ്രണയത്തിൽ ഒരു ആർഗ്യുമെൻറ്റിനും ചാൻസ് ഉണ്ട്. കരിയറിൽ ഇമ്പൾസീവ് ടോക്ക് അവോയ്ഡ് ചെയ്യുക. കുറച്ച് ഇറിറ്റേറ്റഡ് മന്ത് തന്നെയാണ് കേട്ടോ ഒക്ടോബർ. നവംബർ മാസത്തിൽ ലക്കി മന്താണ്. ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവും, അപ്രിസിയേഷനും കിട്ടും. മണി എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ഒരു ബെനിഫിറ്റ് എന്തായാലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉണ്ട്. പ്രണയത്തിലൊരു ഇമോഷണൽ ക്ലോസ്നെസ്, നല്ല രീതിയിൽ തന്നെ ബോണ്ടിങ് ഒക്കെ ഉണ്ടാവും. ഹാപ്പി മന്തായിരിക്കും. ഡിസംബർ മാസത്തിലൊരു ക്ലോഷർ മന്താണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് ക്ലാരിറ്റി ഉണ്ടാവും. കരിയറിൽ സാറ്റിസ്ഫൈഡ് പൊസിഷനിലുണ്ടാവും. ഒരു ഇന്നർ പീസ് എന്തായാലും ഉണ്ടാവും. പ്രണയത്തിലായാലും കല്യാണം കഴിഞ്ഞവരായാലും ഓവറാൾ നിങ്ങൾക്ക് തുടക്കത്തിൽ കുറച്ച് മന്ദഗതിയിലായിരിക്കും. സിംഗിൾ ആണെങ്കിൽ സീരിയസ് റിലേഷൻഷിപ്പ് ആഫ്റ്റർ ജൂലൈയിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കമ്മിറ്റ്മെൻറ്റ് ഫിയർ നിങ്ങൾക്ക് എന്തായാലും കുറയും. 2027 നിങ്ങളുടെ മാരേജ് ടോക്സ് എന്തായാലും ഉണ്ടാവുക. 2026 ഒരു സെറ്റൊക്കെ എന്തായാലും നിങ്ങൾ ചെയ്യുകയായിരിക്കും. കരിയറിൽ ബിസിനസ്സിൽ ജോബൊക്കെ നോക്കുകയാണെങ്കിൽ ജോബ് നോക്കുന്നവർക്ക് ജൂലൈ മുതൽ നവംബറിലാണ് ബെസ്റ്റ് ടൈം. ബിസിനസ്സിലാണെങ്കിൽ നെറ്റ്വർക്കിംഗ് നല്ല രീതിയിൽ തന്നെ കൂടും. അതെന്തായാലും നല്ല യൂസ് ആവും. ഫോറിൻ ലിങ്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവും. ഫ്രീലാൻസ് ഇൻഡിപെൻഡൻറ്റ് വർക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യും. ഫൈനാൻസ് ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾ എന്തായാലും കൺട്രോൾഡ് തന്നെയായിരിക്കും. സെക്കൻഡ് ഹാഫിൽ ഗ്രോത്ത് ആണ്, സേവിങ്സ് ആണ്. റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സെപ്റ്റംബറിൽ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് പണം വരും, വിജയം ഉണ്ടാവും. പക്ഷേ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും സെപ്റ്റംബറിൽ വേണ്ട. മൈൻഡ് പരമായിട്ട് ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ആങ്സൈറ്റി എന്തായാലും റെഡ്യൂസ് ചെയ്യും. ഉറക്കം എന്തായാലും കൂടിക്കിട്ടും. മെഡിറ്റേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ വെള്ളിയാഴ്ചകളിലും വെള്ള വസ്ത്രം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ ഡ്രസ്സ്. രാഹുമന്ത്ര എപ്പോഴും ജപിക്കുക. എനിക്ക് പറ്റാത്ത ആൾക്കാരെ അകറ്റി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നീ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചാൽ ലോകം നിനക്കായി വഴിമാറി തരും. അതാണ് ചോയ് നക്ഷത്രക്കാരുടെ പ്രത്യേകത.